ആവശ്യം നിർവഹിച്ച് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം ഭംഗിയായി കിട്ടണം, അല്ലെങ്കിൽ ഒരു വഴി അവൻ ജീവിത വഴി തുറന്നു കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ മോളെ കെട്ടിച്ച് കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ പ്രതിസന്ധി തീർന്നു കിട്ടണം. ഇങ്ങനെ അവൻ്റെ കച്ചവടം ഉണ്ടാകണം. ഇങ്ങനെ അവൻ്റെ ഒരു നിർദ്ദിഷ്ട കാര്യങ്ങൾ നടക്കണം. എന്താണോ ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു വഴിയിൽ മഹീഷത്ത് തുറന്നു കിട്ടണം, അല്ലെങ്കിൽ അവന് ഹജ്ജിന് പോകാൻ കഴിയണം, ഉംറക്ക് പോകാൻ കഴിയണം, അല്ലെങ്കിൽ യാത്ര പോകാൻ കഴിയണം. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അവനവൻ്റെ ആവശ്യങ്ങൾ, നിത്യജീവിതത്തിൽ ഹലാലായ ആവശ്യങ്ങൾ പലതും ഇല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരും ആവശ്യങ്ങളില്ല. ഏതു ആവശ്യമാകട്ടെ എന്ത് ചെയ്യുക? ആവശ്യം നിർവഹിച്ച് കിട്ടാൻ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. വൃത്തിയായി വുളൂ ചെയ്യുക, മനസ്സാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്യുക. ഞാൻ നിസ്കരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്യുക. എന്നിട്ടോ മനസ്സാന്നിധ്യത്തോടുകൂടെ വുളൂ ചെയ്തിട്ട് ഖളാഉൽ ഹാജത്ത് എന്ന നിയത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 2 സൂറത്ത് ഓതി ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത്. ഞാൻ എൻ്റെ ആവശ്യ നിർവഹണത്തിന് സുന്നത്തായ ഒരാവശ്യം നിർവഹിച്ചു കിട്ടാം. ഹലാലായ ആവശ്യങ്ങൾ, ഹറാം ആവശ്യപ്പെടരുത്. ഹറാം ആവശ്യപ്പെട്ടാൽ അവൻ്റെ കഥ കഴിയും. ഒരു നിസ്കാരത്തിലൂടെ ഒരാൾ ഹറാം ആവശ്യപ്പെട്ടാൽ അതോടുകൂടെ അവൻ്റെ കഥ കഴിയും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഹലാലല്ലാത്തൊരു കാര്യം അള്ളാഹുവോട് ആവശ്യപ്പെടരുത്. അള്ളാഹു തആല ഹറാമിനെ തൊട്ട് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഒരു ഹലാലായ ആവശ്യം വളരെ ഭംഗിയായ നിലക്ക് വുളൂ ചെയ്തു വരിക. ഭംഗിയായി കൃത്യമായി വുളൂ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി ഒന്നുകൂടി എൻ്റെ വുളൂ ശരിയാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് ഭംഗിയായി വുളൂ ചെയ്യുക. അത് നിസ്കാരത്തിന് ആവശ്യമാണ് കേട്ടോ. വളരെ പ്രധാനമായ കാര്യങ്ങൾ. നിസ്കരിക്കാൻ വുളൂ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഖളാഉൽ ഹാജത്താണ്. എന്തിനും നിസ്കാരമാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വുളൂ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. എന്ത് ചെയ്യാം? നല്ല നിയത്തോടു കൂടെ ഭംഗിയായി ഒരു വൃത്തിയായി ഒരു പൂർണ്ണമായ വുളൂ ചെയ്തു വരിക. എന്നിട്ട് ശുദ്ധിയായ നല്ല വൃത്തിയായ വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധമൊക്കെ പൂശുക. എന്നിട്ട് വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമുള്ള സംഗതികൾ ചെയ്യുക. നല്ല സ്ഥലത്ത് നിൽക്കുക, നല്ല മുസല്ലയിടുക, വെള്ളയൊക്കെ വിരിക്കുക കഴിയുമെങ്കിൽ. എന്നിട്ട് വളരെ ഭംഗിയായി നിൽക്കുക. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന താല്പര്യത്തോട് നിൽക്കുക. പിശാചിനെ തൊട്ടൊക്കെ കാവൽ ചോദിക്കുക. പിശാചിൻ്റെ നിസ്കാരത്തിൽ വരാതിരിക്കാനൊക്കെ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് അള്ളാഹുവോട് ചൊല്ലുക. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മൂജിബാതി റഹ്മതിക وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഒരു തവണ ചെല്ലിയാൽ മതിയാവും. ഇനി 3 തവണ മടക്കി ചെല്ലിയാൽ വളരെ നല്ലത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ 3 തവണ ചെല്ലൽ ഹബീബാ നബിക്ക് വലിയ ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു കാര്യം 3 തവണ പറയുന്ന ഹബീബിന് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഒറ്റ 2 റക്അത്ത്. എന്നിട്ട് ഈ ദുആ അങ്ങോട്ട് ചൊല്ലുക. എന്ത്? എൻ്റെ ആവശ്യം നിർവഹിച്ചിട്ട് അവൻ എൻ്റെ ആവശ്യം പറയാം. എന്താണ് ചൊല്ലുക? എൻ്റെ ആവശ്യം പറയാം. അല്ലാഹുമ്മ, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവൻ നിസ്കരിക്കുന്ന നിയ്യത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പടച്ചവനെ ഞാൻ എൻ്റെ ആവശ്യം എനിക്ക് നിർവഹിച്ച് കിട്ടണം. അതിന് വേണ്ടിയാണ് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുന്നത് എന്ന് പറയാം. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. ലാ ഇലാഹ, എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ദിക്റില്ല. എന്താണ് ഈ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഒന്നുകൂടി വ്യക്തമാക്കി ചൊല്ലിത്തരാം. لا إله إلا الله الحليم الكريم, سبحان الله رب العرش العظيم, والحمد لله رب العالمين, أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم
ലാ തദഅലി ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹു വലാ ഹാജതൻ ഹിയ ലക റിളൻ വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. എന്താ അർത്ഥം? ഹലീമും കരീമുമായ അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അർശിന്റെ അധിപതിയായ അർശിന്റെ അധിപതിയായ അവൻ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തുന്നു. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അടുത്ത വാക്ക് അസ്അലുക മൂജിബാതി റഹ്മതിക. നിന്റെ അനുഗ്രഹം വരാൻ ആ അനുഗ്രഹത്തെ നിർബന്ധമാക്കുന്ന എല്ലാ ഘടകങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എനിക്ക് നിന്റെ അനുഗ്രഹം വേണം. മൂജിബാത്തി റഹ്മത്തിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ റഹ്മത്ത് എന്നിലേക്ക് കടന്നു വരാൻ അതിന് അനിവാര്യമാക്കുന്ന ഘടകങ്ങൾ. നിന്റെ റഹ്മത്ത് തടയുന്നതല്ല, നിന്റെ റഹ്മത്ത് തടയുന്നതല്ല, നിന്റെ റഹ്മത്ത് അനിവാര്യമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ റഹ്മത്ത് എനിക്ക് നിർബന്ധമായി തീരും. അങ്ങനത്തെ ഘടകങ്ങളെല്ലാം നീ എനിക്ക് എത്തിച്ചേരണം. ആ ഘടകങ്ങൾ ഒരാൾക്ക് വന്നാൽ നിർബന്ധമായും അവൻ ആ റഹ്മത്ത് കിട്ടും. ഉദാഹരണ റഹ്മത്തിന്റെ മലക്കുകൾ ഒരു മനുഷ്യനെ മൂടുക, അത് അള്ളാഹുവിന്റെ റഹ്മത്ത് വരാനൊരു ഒരു ഘടകമാണ്. ഇങ്ങനെ നന്മ ചെയ്യുക, സദഖ ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ നിത്യജീവിതം നന്നാക്കിയെടുക്കുക, ഇതൊക്കെ അവൻ്റെ അനിവാര്യ റഹ്മത്ത് വരാൻ അനിവാര്യ ഘടകങ്ങളാണ്. ആ അനിവാര്യ ഘടകങ്ങളെല്ലാം എനിക്കുണ്ടാകാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. അതെല്ലാം നീ എനിക്ക് നിർവഹിച്ചു തരണം. ഇതിലേക്കെല്ലാം നീ എന്നെ മുന്നിടിക്കണം. ചില കാര്യങ്ങൾ നീ മറ്റുള്ളവർ നീ എന്നിലേക്ക് മുന്നിടിക്കണം. അതാണ് മൂജിബാത്ത് റഹ്മത്ത്. റഹ്മത്ത് എന്ന അനുഗ്രഹം, മൂജിബാത്ത് എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് നിർബന്ധമാക്കുന്ന ഘടകങ്ങൾ. നിർബന്ധമായും ആ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ റഹ്മത്ത് വരും. അങ്ങനത്തെ ഘടകങ്ങളെല്ലാം നീ എനിക്ക് ഉണ്ടാക്കി തരണം. പിന്നെയോ നിന്റെ മൗഫിറത്ത്, നിന്റെ പാപമോചനം എനിക്ക് തരുന്ന ഘടകങ്ങളെയും ആ പാപമോചനം എനിക്ക് സാധ്യമാക്കുന്ന ഘടകങ്ങളെയും. പലപ്പോഴും നമ്മുടെ റഹ്മത്തിനെ പാപങ്ങൾ തടയും. ആ പാപം അങ്ങോട്ട് ഒഴിവായി കിട്ടിയാലോ, ആ പാപം ഒഴിവായി കിട്ടിയാൽ ആ റഹ്മത്തിന്റെ തടസ്സം നീങ്ങി റഹ്മത്ത് വരും. അതാണ് അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക. നിന്റെ റഹ്മത്ത് വരാനുള്ള ഘടകങ്ങളും നിന്റെ മഗ്ഫിറത്ത് എനിക്ക് കിട്ടാനുള്ള ഘടകങ്ങളും കാര്യങ്ങളും അതെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വൽഗനീമത മിൻ കുല്ലി ബിർരിൻ, എല്ലാ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന നേട്ടവും ചോദിക്കുന്നു. എനിക്ക് ഗുണം ചെയ്യാനും ആവണം, അതിൽ നിന്ന് എനിക്ക് നേട്ടം ഉണ്ടാവണം. വസ്സലാമത മിൻ കുല്ലി ഇത്മിൻ, എല്ലാ കുറ്റത്തിൽ നിന്നുള്ള രക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. കുറ്റം എനിക്കുള്ള അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി കുറ്റം ചെയ്യുകയും ചെയ്യരുത്. അപ്പൊ ഇനി കുറ്റം ചെയ്യാത്ത രക്ഷ. പിന്നെയോ ചെയ്ത കുറ്റം പുറത്തു കിട്ടിയ രക്ഷ. അതാണ് വസ്സലാമത മിൻ കുല്ലി ഇത്മിൻ വൽഗനീമത മിൻ കുല്ലി ബിർരിൻ, എല്ലാ ഗുണം ചെയ്ത ലാഭം. ഒരു ഗുണം ചെയ്ത അതിന് ലാഭം ഉണ്ടാവും, അത് റഹ്മത്താണ്, വീണ്ടും റഹ്മത്തായി വരും. വസ്സലാമത മിൻ കുല്ലി ഇത്മിൻ, എല്ലാ കുറ്റത്തിന്റെ രക്ഷയും. ഇനി കുറ്റം ചെയ്യാതിരിക്കാനുള്ള രക്ഷ, ചെയ്ത് കുറ്റം പുറത്തു കിട്ടാനുള്ള രക്ഷ, അതും ഞാൻ നിന്നോട് ചോദിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? ലാ തദഅലി ദംബൻ ഇല്ലാ ഗഫർതഹു, ലാ തദഅലി ദംബൻ, എനിക്ക് നീ ഒരു ദോഷവും ഒഴിച്ചിടരുത്. ഇല്ല ഗഫർതഹു, നീ പുറത്തിട്ടല്ലാതെ. അപ്പൊ എന്റെ ഒരു ദോഷം നീ പുറത്തിട്ടല്ലാതെ ഒഴിച്ചിടരുത്. എല്ലാ ദോഷവും പുറത്തിടണം. വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹു, എന്റെ മനക്ലേശം ഒന്നും നീ ബാക്കിയാക്കരുത്. അതിനെ നീ തുറന്ന് തന്നിട്ടല്ലാതെ, പരിഹരിച്ചു തന്നിട്ടല്ലാതെ. എനിക്ക് മനക്ലേശമായ ഏത് കാര്യവും നീ തുറന്ന് പരിഹരിച്ച് തന്നിട്ടല്ലാതെ നീ എന്നെ ഒഴിവാക്കരുത്. വലാ ഹാജത്തൻ, എന്റെ ഒരാവശ്യം നീ വിടരുത്. ഹിയ ലക റിളൻ, ആ ആവശ്യം എനിക്ക് ലഭിക്കുന്നതിൽ നിനക്ക് പൊരുത്തമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറയണം. വലാ ഹാജത്തൻ ഹിയ ലക റിളൻ, എൻ്റെ ഒരാവശ്യം, എനിക്ക് എൻ്റെ ആവശ്യം നിർവഹിച്ചിട്ടിയാൽ പോലെ ആ ആവശ്യം എനിക്ക് കിട്ടുന്നതിൽ നിനക്ക് പൊരുത്തം വേണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത ആവശ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. വല ഹാജത്തൻ്റെ, എൻ്റെ ഒരു ആവശ്യവും ബാക്കിയായി കിടക്കരുത്. ഹിയ ലക റിളൻ, ഹിയ ആ ആവശ്യം ലക റിളൻ, നിനക്ക് പൊരുത്തമാണ്. ആ ആവശ്യം എനിക്ക് ലഭിക്കുക, ആ ആവശ്യം എനിക്ക് നിർവഹിച്ച് കിട്ടുക എന്ന കാര്യം നിനക്ക് പൊരുത്തമാണ്. വല ഹാജത്തൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ, വല ഹാജത്തൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ, വലാ ഹാജത്തൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ, വലാ ഹാജത്തൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ, വലാ ഹാജത്തൻ,
ഒരാവശ്യവും എൻ്റെ നീ ബാക്കിയാക്കരുത്. ലകരിളൻ, അതിൽ നിന്റെ പൊരുത്തമുണ്ട്. ഇല്ലാ ഖളൈതഹ, ആ ആവശ്യം നീ നിർവഹിച്ചു തരാതെ നീ ബാക്കിയാക്കരുത്. യാ അർഹമർ റഹീമീൻ, കരുണാവാരിധിയിൽ ഏറ്റവും കരുണാവാരിധിയായ അല്ലാഹുവേ എന്ന്. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഏത് ഉദ്ദേശ പ്രയാസങ്ങൾ ഉണ്ടായാലും ഈ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഇത് മതിയാകും എന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത്, ബഹുമാനപ്പെട്ട സ്വഹാബികൾ താബിഈങ്ങൾ തബഉ താബിഈങ്ങളായി ബഹുമാനപ്പെട്ട ഉമ്മത്ത് മുസ്ലിമത്ത് കൃത്യമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊരു പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മൂജിബാതി റഹ്മതിക വഅസാഇമ മഗ്ഫിറതിക വൽഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ ലാ തദഅ ലി ദംബൻ لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ. അപ്പം നമ്മൾ അല്ലാഹു പൊരുത്തപ്പെടാത്തൊരാവശ്യം നമ്മൾ ചെയ്യരുത്. അല്ലാഹു പൊരുത്തപ്പെടാത്തൊരാവശ്യം നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടരുത്. അങ്ങനത്തെ ഒരു ആവശ്യം നമുക്കുണ്ടാകരുത്. അല്ലാഹുവിനെ പൊരുത്തപ്പെടാത്ത ആവശ്യം, അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത ആവശ്യം വരുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. അള്ളാഹുവെ, നിനക്ക് പൊരുത്തമില്ലാത്ത ഒരു ആവശ്യം എനിക്കുണ്ടാകരുതേ അല്ലാ. അതേ സമയത്ത് ആ പൊരുത്തപ്പെട്ട ആവശ്യങ്ങൾ, അള്ളാഹുവിനെ പൊരുത്തമുള്ള എന്തും ഹലാലായ ഏത് കാര്യം നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല കാര്യമല്ലേ, അള്ളാഹു അനുവദിച്ചതല്ലേ, ആ കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടാൻ അതൊരാളുടെ ആവശ്യമാണെങ്കിൽ ഈ ഖളാഉൽ ഹാജത്തിന്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാനുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദുആ ചെയ്ത് തനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പ്രശ്നം പരിഹരിച്ചിരിക്കും. പേടിക്കണ്ട. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതും നല്ലതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കാം. 1 തവണ 2 തവണ 3 തവണയൊക്കെ ഈ നിസ്കാരം ആവർത്തിക്കാം. ഒരിക്കൽ ചെയ്തു, പിന്നെ ഒരിക്കൽ കൂടെ ചെയ്തു, പിന്നെ ഒരിക്കൽ കൂടെ ചെയ്തു, ഒക്കെ അള്ളാഹു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിരും. പേടിക്കണ്ട. റബ്ബിന്റെ മുന്നിൽ കാര്യം വെച്ചിട്ട് റബ്ബ് ഒന്നിരിക്കൽ അത് തരും അല്ലെങ്കിൽ തത്തുല്യമായി തരും. എന്തുകൊണ്ടാണ് അത് തരും അല്ലെങ്കിൽ തത്തുല്യമായി തരും എന്നത്? അത് തരുന്നതിൽ അത് നമുക്ക് ലഭിക്കുന്നതിൽ ഗുണമുണ്ടാവില്ല. ചില കാര്യങ്ങൾ നമുക്കത് അങ്ങനെ തന്നെ ലഭിക്കുന്നതിൽ ഗുണമുണ്ടാവില്ല. ഗുണമറിയുന്ന അല്ലാഹു അല്ലേ. അതുകൊണ്ടാണ് ലകരിളൻ എന്ന് പറഞ്ഞത്. ലകരിളൻ, അത് നിനക്ക് പൊരുത്തമാണ്. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നതിൽ ഗുണമുണ്ടാവില്ല. അത് ജല്ല ജലാലായ റബ്ബിനെ, അല്ലാമുൽ ഗുയൂബായ റബ്ബിനെ അറിയും. അപ്പൊ നമുക്ക് ചോദിച്ചത്, നമ്മൾക്ക് വേണ്ടത് ആനയാണ്. നോക്കൂ, ആന കിട്ടുന്നതിൽ നമുക്ക് ഗുണമുണ്ടാവില്ല എങ്കിൽ പിന്നെ നമുക്ക് കുതിരയായിരിക്കും വേണ്ടത്. ഒരു ഉദ്ദേശം ഇങ്ങനെ നമുക്കൊരു കച്ചവടം തുടങ്ങാനായിരിക്കാം ആവശ്യം. ആ കച്ചവടം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് ഗുണം എന്തായിരിക്കും? കൃഷിയായിരിക്കും. അപ്പൊ അല്ലാഹു തആല വഴിയും കൊണ്ട് തുറന്നു തരും. നമുക്കൊരാളെ നമ്മളെ കച്ചവടത്തിൽ കൂട്ടണം. ആളെ കച്ചവടത്തിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വേറെ ആളാണ് കിട്ടിയത്. എന്തുകൊണ്ട്? ആ ആൾ കച്ചവടത്തിൽ കൂടുന്നാൽ നമുക്ക് ഖൈറുണ്ടാവില്ല. അതോ അല്ലെങ്കിൽ തത്തുല്യമായൊരു ഖൈറോ അല്ലാഹു തരും. അല്ലെങ്കിൽ ഒരു ആളില്ലാതെ തന്നെ ഒരാളെന്തിനാണ് കച്ചവടത്തിൽ വീണ്ടും ഒരു ശക്തിക്കും പിന്നെ മുതൽ മുടക്കാനും അല്ലേ? അത് രണ്ടും അല്ലാഹു തആല വേറെ ഭാഗത്തുനിന്നും തന്നു. കച്ചവടത്തിന് ധൈര്യം, മുതൽ മുടക്കാനുള്ള ദ്രവ്യം വേറെ വഴി നിന്ന് കിട്ടി. അപ്പോൾ തത്തുല്യമായ ഗുണം അല്ലാഹു തരും. പ്രശ്നങ്ങൾ പരിഹരിക്കും. എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് ലാഭത്തിലല്ലാതെ കലാശിക്കൂല. പക്ഷെ അല്ലാഹുവിനോട് പറയണം.